ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിനുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മുടെ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെങ്കിൽ കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രനായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനിലും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. ഇടവൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ 3 നാളുകളാണ്: കാർത്തിക, രോഹിണി, മകേരം. അപ്പൊ കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദങ്ങള്, പിന്നെ രോഹിണി, പിന്നെ മകേരത്തിന്റെ 2 പാദങ്ങൾ, ആദ്യത്തെ 2 പാദങ്ങൾ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയാണെന്നൊരു കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ചൊവ്വകർമ്മയാണ്. അതുപോലെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇടവൻ രാശിയുടെ നക്ഷത്രാധിപൻ ശുക്രനാണ്. അതുപോലെ രോഹിണിയെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ബുധകർമ്മയാണ്. അതുപോലെ മകേരത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഗുരുകർമ്മയാണ്. കർമ്മകാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കാർത്തികയുടെ കാര്യം പറഞ്ഞു, സൂര്യനാണ് ചൊവ്വകർമ്മ. അപ്പൊ ഇങ്ങനെ ഈ സൂര്യന്റെ ആയിട്ടുള്ള ഒരു എനർജി, സൂര്യൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ ഗ്രഹമാണ്, ലീഡർഷിപ്പിന്റെ ഗ്രഹമാണ്, അതുപോലെ ഒരു ഈഗോയുടെ ഗ്രഹമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് അല്ലെങ്കിൽ നല്ല ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ പവർ, ബാങ്കിങ്, ഫൈനാൻസ്, ഇങ്ങനെയുള്ള സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഇത്, അതുപോലെ ചൊവ്വാടെ ആയിട്ടുള്ള ഒരു ദേഷ്യം, പിടിവാശി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സെക്ഷൽ എനർജി, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ഒരു ആയെങ്കിൽ പ്രത്യേകിച്ച് ശുക്രനൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ശുക്രനായാലും ഈ ശുക്രനെന്ന് പറഞ്ഞാൽ ഒരു ആഡംബരവും ഇങ്ങനെയൊക്കെ ഉള്ള കല, കായികം, സാഹിത്യം,
അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധപ്പെട്ട ആ ഒരു കോമ്പിനേഷനാണ്. അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രോഹിണിയെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രന്റെ ആയിട്ടുള്ള ഒരു എനർജി, അതുപോലെ ചന്ദ്രന്റെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വട്ടമോഹമായ അതേമാതിരി ഒക്കെ ഉള്ള ഒരു ഇതേ കാര്യം. അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുമായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെന്നിരി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട്, അല്ല അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള മേഖലയില്. അതുപോലെ ശുക്രനൊക്കെ നിൽക്കുന്നതുകൊണ്ട് കലാപരമായിട്ടുള്ള കഴിവ്, അങ്ങനെ അല്ലെന്നിരി സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള പല രീതി, പ്രത്യേകിച്ച് ബുധനും ഈ പറയുന്ന ശുക്രനും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ, അല്ലെ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട്, അല്ലെ അഭിനയം റിലേറ്റഡ് ആയിട്ടുള്ള കലകളിലൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ ഉള്ള നല്ല സമയമാണ്. അതുപോലെ ഇപ്പൊ മകരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ ശുക്രന്റേതായിട്ടുള്ള ഒരു എനർജി, ചൊവ്വയുടെ ആയിട്ടുള്ള എനർജി, ജൂപ്പിറ്റർ ഗുരുവിന്റെ ആയിട്ടുള്ള എനർജി. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞ ഒരു ദേഷ്യം പിടിവാശി, പിന്നെ ജൂപ്പിറ്റർ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ചിലപ്പം ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള സെക്ടറിൽ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ആയിട്ടുള്ള ഒരു എളിമ, പവ്യത, അതുപോലെ ഈ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യത. അതുപോലെ ശുക്രനും ജൂപ്പിറ്ററും ഇങ്ങനെയൊക്കെ ഉള്ള MBA, ഫൈനാൻസ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ്. അത് മാത്രമല്ല സ്വഭാവത്തിന്റെ രീതികളും അങ്ങനെ പല കാര്യം നമ്മൾക്ക് ഇവിടെ പറയാൻ പറ്റും. പക്ഷെ ഇതല്ല, ഓരോ ആൾക്കാരുടെയും ഇന്റേണൽ പ്ലാനറ്ററി കോമ്പിനേഷൻ ആണ് മെയിൻ. അപ്പൊ നമുക്ക് ആ ഒരു ഇന്റേണലി ഉള്ള പ്ലാനറ്ററി കോമ്പിനേഷൻ വെച്ച് പറയുമ്പോഴേ അത് അക്യുറേറ്റ് ആവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിന്റെ ഒരുപാട് കണക്ടിവിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ മാസത്തെ ഈ ശുക്രന്റെ ഒക്കെ വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പേഴ്സണലായിട്ട് ഓരോ ആൾക്കാരുടേതും ഒരുപാട് കാര്യങ്ങൾ, ഏതായാലും ഹാഫ് ആൻ അവറിന് മേളിലുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെപ്പറ്റി ഓരോ ആൾക്കാരെ പറ്റി സമയമുള്ള ആൾക്കാർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ജനിക്കുമ്പോൾ നമ്മുടെ വൃത്തിയായിട്ടുള്ള ഓരോ ഗ്രഹങ്ങൾ കയറി നിൽക്കുന്നതിന്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഒരു ചാർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യ ഹെൽത്ത് ഇത്ര 4 സ്റ്റാർ ഉണ്ട്. അതുപോലെ ട്രാവല് 4 സ്റ്റാർ ഉണ്ട്. വെൽത്ത് 4 സ്റ്റാർ. ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ ഉണ്ട്. റൊമാൻസ് നോക്കിക്കഴിഞ്ഞാൽ, റൊമാൻസ് അല്ലെ ലവ് അങ്ങനെയൊക്കെ ഉള്ളത് 3 സ്റ്റാർ. അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ. അതുപോലെ സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ. അപ്പൊ ഈ ഓരോ സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാറിന്റെ ആയിട്ടുള്ള വെളിച്ചത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വെക്കാന്, അതുപോലെ വീട് മോടി പിടിപ്പിക്കാന്, വീട്ടിലെന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാന്, വീട്ടിലെന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. വണ്ടി, വീട് അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനും എടുക്കാനും, പിന്നെ വീട്ടിൽ നല്ല സന്തോഷകരമായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാകാൻ, നമുക്ക് അതുപോലെ കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നൊരു ഇൻകം കിട്ടാൻ, അഗ്രികൾച്ചറായിട്ടുള്ള രീതിയിലൊരു ഇൻകം കിട്ടാൻ, റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ഈ എന്തെങ്കിലും ബാങ്കിൽ ലോണ് അങ്ങനെയൊക്കെ നോക്കിയിരുന്ന ആൾക്കാർക്ക് അത് പാസ്സായി വരാനുള്ള ഒരു സാധ്യത, എന്തെങ്കിലും ബാങ്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യലി ട്രബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വരുന്നത്. മാത്രമല്ല വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദേശത്ത് പോകാനും പുതിയ കാര്യങ്ങൾ, എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ, ജോബ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ജോലികൾ കിട്ടാനും എടുക്കാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം. അതുപോലെ ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതല്ല, ഈ ഏപ്രിൽ 19 ആകുമ്പോഴത്തേന് പല രീതിയിലുള്ള കുറെ കൂടെ പുതിയ പ്രണയബന്ധങ്ങൾ വരാന്, നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വരാന്, അതുപോലെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിവാഹാലോചനകൾ വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ട് ജീവിക്കാൻ, എന്തെങ്കിലും അവർ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നില്ല അത് പറഞ്ഞു തീർക്കാൻ. അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് ഈ 19 കഴിഞ്ഞിട്ട് പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്
അങ്ങനെ പൊതുവെ അനുകൂലമാണ്. അതുപോലെ ബിസിനസ്സിനകത്ത് പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറുകളൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു അനുകൂല സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു 19 തീയതി കഴിയുമ്പോഴത്തേന് വിസ എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് മാറി കാര്യങ്ങളൊന്നും അനുകൂലമായിട്ട് വരാനൊക്കെ ഉള്ളൊരു സാധ്യതയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ, നല്ല ഉല്ലാസയാത്രകളെ ചെയ്യാനുള്ള സാഹചര്യങ്ങളെ, ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള, അതുപോലെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മാറി അനുകൂലമായിട്ടുള്ള വരാന്, ജോബ് കിട്ടാന്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും നടക്കാനും നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വരാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഇവരുടെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാന്, എടുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയങ്ങള്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സമയങ്ങള്, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്.